ഒരു അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫുൾ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ഫുൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മസാലപ്പൊടികളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കാറുണ്ട്. അതല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിലൊക്കെ വെക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്കിന്നൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു ചിക്കൻ എടുക്കുക. ഏകദേശം ഒരു 900 ഗ്രാമോളം വരുന്നുണ്ട് ഈ ഒരു ചിക്കൻ. ഇത് കത്തി കൊണ്ട് ഇതുപോലെ വരയിട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ല ആഴത്തിൽ തന്നെ വരയിട്ട് കൊടുക്കുക. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നിറച്ചും ക്രഷ് ചെയ്ത കുരുമുളകും അതുപോലെ 1 ടേബിൾ സ്പൂൺ നിറച്ചും ക്രഷ് ചെയ്ത ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മാഗിയുടെ ഒരു ചിക്കൻ സ്റ്റോക്ക് ഒന്ന് മതിയാവും. അതും കൂടി ഇതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിത് ഗ്യാസ് സ്റ്റോപ്പിലൊന്നും വെച്ചിട്ടില്ലേ, തീയൊന്നും കത്തിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കളറ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുന്ന ചാട്ട് മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ തൈര് മിക്സ് മൊത്തം ചിക്കനിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. തൈര് മുഴുവൻ ആ ചിക്കനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കുക്കറിൽ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മസാല മിക്സില്ലേ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം ആ ചിക്കൻ സ്റ്റോക്കിന് ചില സ്റ്റോക്കിന് നല്ല ഉപ്പായിരിക്കും. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. അപ്പോൾ കുക്കർ അടച്ചിട്ട് ഓരോ കുക്കറിനും അതിൻ്റെ ആ ഒരു വേവിൻ്റെ കണക്ക് വിസിൽ വരുന്നതൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ചിക്കൻ വേവുന്നതിനനുസരിച്ചിട്ട് വെക്കുക. ഞാനിപ്പോൾ ഒരു 2 വിസിൽ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 2 വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ആവി മൊത്തം പോയതിന് ശേഷം ഞാൻ അതിൻ്റെ അടുപ്പ് തുറന്നു. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയുള്ള ആ ഗ്രേവിയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഗ്രേവി ഒന്ന് സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റാം. കാരണം ആ ഒരു ഗ്രേവി ഡ്രൈ ആക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റിയിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഗ്രേവിയെല്ലാം ഈ ചിക്കനിലേക്ക് നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് കോരിയിട്ട് എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ റോസ്റ്റ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ആ ചിക്കൻ്റെ ആ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ട്, പക്ഷെ അത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ചിക്കൻ വെച്ച് കൊടുത്തിട്ട് ആ ഡ്രൈ ആക്കി എടുത്ത ഗ്രേവി എന്തായാലും പാത്രത്തിൻ്റെ അടിഭാഗത്തുണ്ടാവും. അതെടുത്തിട്ട് ഈ ചിക്കൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ്, അതായത് ഫുൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.